ഹായ് ഫ്രാൻസ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 8 ജഡ്ജിമാരായിട്ട് നമ്മുടെ അഖിൽ മാരാർ, റിയാസ്, പിന്നെ രജനി ഹരിദാസ്. ഈ ജഡ്ജിമാർ വേണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ 3 പേര് കഴിഞ്ഞും നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് ബിഗ് ബോസ് വന്നും പോയി. അതിൽ ബിഗ് ബോസ് സീസൺ 8 ഈ 3 പേര് വേണ്ടിയിരുന്നില്ല ജഡ്ജിമാരായിട്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. വേറെ ഒന്നുമല്ല, ഈ 3 പേർക്കും കുറച്ച് ഈഗോ, കുറച്ച് കോംപ്ലക്സ് എല്ലാം കൂടിയവരാണ്. ഞങ്ങളാണ് ഏറ്റവും മികച്ചവർ എന്ന് അഹങ്കരിക്കുന്ന 3 വ്യക്തികളാണ് ഈ ജഡ്ജിമാരായിട്ട് ജഡ്ജീസ് കൊണ്ടുവന്നത്. പക്ഷേ ഇവരെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഇവർ തമ്മിലുള്ള ഒരു മത്സരബുദ്ധിയും കൂർമ്മബുദ്ധിയും ഇവർ തമ്മിലുള്ള വഴക്കുമൊക്കെ ബിഗ് ബോസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരെ 3 പേരെയും കൊണ്ടുവന്നത്. അവർക്ക് കണ്ടനാണല്ലോ പ്രധാനം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവർ 3 പേരെ കഴിഞ്ഞ് നല്ല ഒരുപാട് രജിസാറുണ്ട്, നമ്മുടെ തരികട സാവുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ നല്ല കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. രജിസാറിനൊക്കെ നന്നായിട്ട് സംസാരിക്കാറിയാം, നല്ല കണ്ടന്റ് കൊടുക്കാനും എല്ലാം അറിയുന്ന അതുപോലെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസ് ഈ 3 പേരെ എടുത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ വേണ്ടിയിരുന്നില്ല ജഡ്ജിമാരെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ നല്ല ഇവരുടെ തന്നെ ഈഗോസും ഇവരുടെ തന്നെയുള്ള ആ ഇതൊക്കെ ഉണ്ടല്ലോ, കുറച്ച് അഹങ്കാരം കൂടിയ 3 വ്യക്തികളാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് കണ്ടന്റ് കിട്ടണം. ഇവർ തമ്മിൽ കൊണ്ടുവന്നാലേ ഉള്ളൂ ഇവർ തമ്മിൽ അടിപിടി കാണാൻ പറ്റുള്ളൂ. അതായിരിക്കാം ബിഗ് ബോസ് ഇവരെ കൊണ്ടുവന്നത്. അതിലേറ്റവും നല്ലൊരു എൻ്റെ ഒരു സാക്ഷ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ജഡ്ജിയായിട്ട് പോകുന്നത് രജിസാറ്, പിന്നെ സാവുമാൻ, തരികട, അങ്ങനെ കുറേ പേരുണ്ട്. സീസൺ 1 തന്നെ എത്രയോ പേരുണ്ട്. ഒരുപാട് നല്ല കണ്ടസ്റ്റൻസ് ആയിട്ട് സീസൺ 1 തന്നെയുണ്ട്. അങ്ങനെ എത്ര പേരെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഇത് വേണ്ടിയിരുന്നില്ല ഈ 3 പേരെ എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.